ഓഫറിൽ പകുതി പൈസ കൊടുക്കാം, പകുതി പ്രൈസൊക്കെ കൊടുക്കാം. അതും ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് നമുക്കൊരു ഫൈനൽ റേറ്റ് 2.10 കൊടുക്കാം. 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 കൊടുക്കാം. അതും ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ ഒരു 1,85,000 രൂപ ഈ വണ്ടി കൊടുക്കാം. ഓക്കെ, 1.85 കൊടുക്കും. 1.85 ഡീസൽ റേറ്റ് ആണ്. 5.4 5.4 ലോൺ എന്ത് വില കൊടുക്കാൻ പറ്റും? ഒറ്റ വില 4.3. അല്ല, അതും ഒറിജിനൽ കേരള 2006. ഓക്കെ, മെക്കാനിക് ഫുൾ ഫിറ്റ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ പ്രിസിഷൻ യൂസ്ഡ് കാറിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 ദിവസം മുമ്പ് ഇവിടുന്ന് വീഡിയോ ചെയ്തിട്ട് പോയതാണ്. അതിനുശേഷം ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു മേജർ വന്നിട്ടുണ്ട് കേട്ടോ, ജീപ്പ് മേജർ. അതുപോലെ തന്നെ നെക്സോൺ ഡീസൽ 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. പിന്നെ അതുപോലത്തെ ടവേര, എർട്ടിക പുതിയ മോഡൽ, പഴയ മോഡൽ. പിന്നെ ചെറുവണ്ടികൾ കേട്ടോ, ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ കുറെ വണ്ടികളുണ്ട്. അതായത് ലക്ഷങ്ങളുടെ വാഹനങ്ങൾ, ലക്ഷങ്ങൾ വില പൊട്ടിച്ച് ഇവിടുന്ന് വാഹനങ്ങൾ കിട്ടും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഓണർ ഉണ്ട്. ശരി, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അവിടെ മുബഷിർ ഇതിന്റെ ഓണറാണ്. ഇപ്പൊ കൊറേ വണ്ടി കയറിയല്ലോ, ആദ്യം ഒരുപാട് കയറിക്കണു. ഓണം പ്രമാണിച്ച് ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് നമ്മൾ വില പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചു കൊടുക്കാണ്. 10 വണ്ടി നമ്മളെ ഗോഡൌൺ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല അല്ല? അതെ, മാർക്കറ്റില് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. ഡീലർമാർക്ക് കൊടുക്കണം. ഡീലർമാരെ നമ്മൾ കുറെ കൊണ്ടുപോകുന്നുണ്ട്. ഫുള്ള് കൊടുക്കണേ. ഫുള്ളി സ്റ്റോക്ക് മൊത്തം ക്ലിയർ ചെയ്യും. ഈ ഗ്യാരണ്ടി വാറണ്ടി ചില വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മോഡൽ കൂടിയെന്നല്ല, ചിലത് നമ്മൾ എന്താന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് കയറുന്ന വണ്ടികളാണ്. അത്രയും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അല്ല, ഒരു മാസം ഇഞ്ചിന് 3 മാസം കൊടുക്കുന്നുണ്ട്. 3 മാസം കൊടുക്കുന്നുണ്ട്. ഒരു ടെൻഷൻ വേണ്ട. 3 മാസം ഇഞ്ചിന് അങ്ങനത്തെ വണ്ടികളെ ഉള്ളു ഇടുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കി വിടാം. ഒരു ഡീലറും തരൂല കേട്ടോ 3 മാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ടെൻഷൻ വേണ്ട. എന്തായാലും മുബഷിർ ഭായ്, നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇതൊന്നുമില്ല, പാലക്കാട് കോഴിക്കോട് ഹൈവേ. ഓക്കെ, മണ്ണാർക്കാട് കൊമ്പം, ആര്യമ്പാവ് 2 ഷോറൂം ഉണ്ട്. എവിടെ വിളിച്ചാലും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. ഒരു 3 നമ്പർ ഉണ്ടാവും. ഏതെങ്കിലും നമ്പറിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഒരുപാട് കോളുകൾ വരോട്ട് ചിലപ്പോ അതിന് ഇതാവണ്ട, ഒരുപാട് കമന്റുകൾ വരലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമ്മൾ. അല്ല, ഇപ്രാവശ്യം എന്തായാലും കോള് കൂടുതൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാല് നമ്മളെ ബെൻസൊക്കെ പൊട്ടിച്ചു കൊടുക്കല്ലേ? പൊട്ടിച്ചല്ല, എല്ലാം പൊട്ടിച്ചു കൊടുക്കും. പകുതി പൈസ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ടവേരൊക്കെ പ്രൈസിലാണ് നമ്മൾ കൊടുക്കണം. കേരളത്തിൽ ഒരു ഡീലർമാരും കൊടുക്കാതെ. ടവേരൊക്കെ നല്ല പുളി ഉണ്ടാവും. എല്ലാം റേറ്റിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം വണ്ടി. നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതന്നെ ആയിക്കോട്ടെ, ഓഫറിൽ പകുതി പൈസ കൊടുക്കാം. അതും ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ഡീസൽ. അത് ഫുൾ ലോഡ് വണ്ടി. ഫുൾ ലോഡ് എക്സെറ്റ് പ്ലസ്. ഓക്കെ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ സുഹൃത്തിന്റെ പേഴ്സണലി അറിയുന്ന എന്റെ സുഹൃത്തിന്റെ വണ്ടിയാണ്. പുള്ളി പുതിയതെടുത്ത 12 സംതിങ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ഡീസൽ, ഫുള്ള് കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ കാണിക്കാം. ഫുൾ ഹിസ്റ്ററി വേണമെങ്കിൽ അവൈലബിൾ ആണ്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 170 ആണ്. കറക്റ്റ് സർവീസ് ആണ്. ഹിസ്റ്ററി ഉണ്ട് അല്ല? 4 ടയർ പുത്തനാണ്. എന്തായാലും 25 കിലോമീറ്റർ മൈലേജ് 27 ഒക്കെയാണ് അതിൽ ആവറേജ്. പക്ഷേ ഇത്ര മൈലേജ് കിട്ടുമ്പോ വണ്ടി ഓടാതിരിക്കൂല. കാരണം ഒരു ആക്റ്റീവ സ്കൂട്ടറോട്ട് കൊണ്ടുനടക്കണമാതിരി കൊണ്ടുനടക്കാം. മൈലേജ് അത്രയും പെരും മൈലേജ്. അത് ഓട്ടോമാറ്റിക്. അതും ഫുൾ ലോഡ് അല്ലേ? HDK പ്ലസ് അതല്ല, എക്സെറ്റ് പ്ലസ്. എന്ന് പറഞ്ഞാൽ വണ്ടി വേറെ തട്ടുമുട്ടി മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ, ഒരേ ഒരു ഓണർ. 2000 എത്ര മോഡലായിരുന്നു? 19 ലാസ്റ്റ്. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? പൊട്ടിച്ച റേറ്റ് ആണ്. 5.4 ആണ്. 5.4 ലോൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, ഫുള്ള് ലോൺ അല്ല, ഒരു പൈസ വേണ്ട. ഇവിടെ നമുക്ക് എഞ്ചിന് വേണമെങ്കിൽ 3 മാസത്തെ വാറണ്ടി ഉണ്ടാവും. എഞ്ചിന് 3 മാസത്തെ വാറണ്ടി. 3 മാസത്തെ വാറണ്ടി തരും. ഒരു ടെൻഷൻ വേണ്ട. ഇത് കാണിച്ചു കൊടുക്കാം നമുക്ക്. ടവേര 2007-8 രജിസ്റ്റർ ആണ്. ഇത് 8 രജിസ്റ്റേർഡ് ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഇത് ഫുൾ ഓപ്ഷൻ. വണ്ടി കാണാൻ നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല ഫുൾ ഓപ്ഷൻ ആണ്. ലെതർ സീറ്റ് ആണ്. ഇന്ത്യൻ ഭാഗത്ത് നല്ല ലെതറിന്റെ സീറ്റ് ഉണ്ട്. റൂഫ് എസി ഉണ്ട്. എല്ലാം ഉണ്ട് ഇതില്. എല്ലാം ഉണ്ട്. എല്ലാ സെറ്റും വരുന്നുണ്ട്. അതെ. ഓക്കെ, ഒരുപാട് കാശ് ചെലവാക്കി. ഇത് ഓട്ടൊക്കെ വല്ലാണ്ട് ഉണ്ടോ? ഇല്ല, 1.40 ആണ്. ഇപ്പൊ ഫുള്ള് വർക്ക് എടുത്ത വണ്ടി. സെൻട്രൽ. ഓക്കെ,
ടവേരയെ പറ്റി അറിയുന്നവർക്ക് അറിയാം, ഇത് വലിയ ഇല്ലാത്ത വണ്ടിയാണ്. 8 സീറ്റ് 10-15 ആൾക്ക് പോവല്ലോ അല്ലെ? അതെ അതെ. ഇൻക്ലൂഡ് ആയിട്ടുള്ള 8 സീറ്റ് അല്ല 7 സീറ്റ് ആണ്. 7 സീറ്റ് ഇൻക്ലൂഡ് സീറ്റാ വരുന്നത്. വണ്ടി വേറെ മെക്കാനിക്കൽ കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ? എല്ലാം പക്ക, ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പൊ കംപ്ലീറ്റ് വർക്ക് എടുത്ത വണ്ടി. കണ്ണി ചിമ്മിട്ട് എടുക്കാം. വേറെ അറിയുന്നവർക്ക് അറിയട്ടെ, വേറെ വലിയൊരു മേജർ കംപ്ലൈന്റ് വരാത്ത വണ്ടികളാണ്. മൈലേജ് ഭയങ്കര 18ന്റെ മുകളിലാണ് മൈലേജ്. അതെ അതെ അതെ. ഓരോരുത്തരും ഓടിക്കണ മാതിരിയാണ്. ചില വണ്ടിക്ക് 15 ഇട്ടുണ്ട്, പക്ഷെ ഈ വണ്ടിക്ക് എന്തായാലും ഒരു 17ന്റെ മുകളിൽ എന്തായാലും മൈലേജ്. അതെ അതെ. ഇത് മെയിൻ്റനൻസും കുറവ്, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അതെ, തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കോള് വരുന്ന ടവേര. അന്ന് നിങ്ങളൊരു റെഡ് വണ്ടി ചെയ്തില്ലേ, ആൾമോസ്റ്റ് കോള് വന്നത് 150 കോളാണ് ആ വണ്ടിക്ക് മാത്രം. ആ വണ്ടി മാത്രമല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ വില പറയാം. ഇത് എത്രയാണ്? ഇത് നമുക്കൊരു ഫൈനൽ റേറ്റ് 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. അത് കുറയ്ക്കുണ്ടാവില്ല. വണ്ടി അത്രയും ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ട് അല്ല, അത്രയും പിന്നെ എക്സ്ട്രാ ഫിറ്റ് കയറിയത് കൊണ്ടാണ് ആ ഒരു റേറ്റ്. അതെ. ഓക്കെ, ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. നല്ല ഒരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ 300 വരുന്നത്. KL11 കോഴിക്കോട് വണ്ടിയാണ്. ഐറ്റം ഗ്രാൻഡ് അല്ല ബ്രോ? ഗ്രാൻഡ് ഐറ്റം. ഗ്രാൻഡ് ഐറ്റം ആണ് ഹ്യുണ്ടായിന്റെ വണ്ടി. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2014 സിംഗിൾ ഓണർ. 14 വണ്ടി സിംഗിൾ ഓണർ ആണ്. അതെ. ഓക്കെ. ഇത് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, മെക്കാനിക് എല്ലാം ഫിറ്റ് ആണ് അല്ലേ? ഓക്കെ. ഓട്ടം എത്ര ഉണ്ടാവും? 1 lakh സംതിങ് ഓട്ടം. കറക്റ്റ് സർവീസ്. നമുക്കിതൊരു കമ്പനി സർവീസിലാണ്. കമ്പനി സർവീസ് കാണിക്കാൻ പറ്റുമോ? ഓക്കെ. 2.5 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. എത്ര? 2.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. 2.5 കൊടുക്കാം. അതും ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ, ഒരു പൈസ വേണ്ട. ഓക്കെ, 2.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഫുള്ള് ലോണിൽ ചെയ്യട്ടോ, 1 രൂപ വേണ്ട. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു എർട്ടിക 7 സീറ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ഹൈബ്രിഡ് അല്ലേ ബ്രോ? പെട്രോൾ ഹൈബ്രിഡ്. എങ്ങനെയായിരുന്നു മോഡൽ? ZXi പ്ലസ്. ഇത് 2019 വണ്ടിയാണ്. 19 ZXi പ്ലസ്, ഏറ്റവും ടോപ്പ് ഹൈബ്രിഡ്. പുഷ് ബട്ടൺ, അലോയ്സ് എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ആൻഡ്രോയിഡ്, സിംഗിൾ ഓണർ, ഫോഗർ, DRL എല്ലാം വരുന്നുണ്ട്. ഒരേ ഒരു ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? കമ്പനി സർവീസ് 1 lakh സംതിങ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി അല്ല? നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓട്ടോ എത്ര? 1 lakh. പിന്നെ ഹിസ്റ്ററി ഉണ്ടാവും. പക്കാണ്. വേറെ വണ്ടിയുമ്പോ യാതൊരു പ്രശ്നമില്ല. നല്ല കണ്ണ് ചിമ്മിട്ട് എടുക്കല്ലോ. അതെ. ഓക്കെ, എത്ര ആസ്ക് ചെയ്യണേ? ഫിക്സഡ് പ്രൈസ് ആണ് 790. 790 ഫുൾ ലോണ്. ഫുള്ള് ലോണ്, ഒരു പൈസ വേണ്ട അല്ല? ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ അല്ലേ? ഇവിടെ നമുക്ക് ഇതാ ഓഫർ പ്രൈസിന് ഒരു കിടക്കാച്ച് വണ്ടി, വോക്സ്വാഗന്റെ വെന്റോ 12 സിംഗിൾ ഓണർ. 12 ഒരേ ഒരു ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് കറക്റ്റ് 1 lakh 130 അങ്ങനെ എന്തോ ഓടിയിട്ടുണ്ട് അല്ലെ? മെയിൻറ്റെയിൻ ചെയ്ത ഓപ്ഷൻ ഫുൾ ആയത്. അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ? എല്ലാം ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓക്കെ, വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള. ചലഞ്ചിങ് പ്രൈസ് ആണ് ഇത്. ഓഫർ പ്രൈസ് ഒരാൾ കൊടുക്കാത്ത വില. ഓക്കെ, വണ്ടിമ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? 185 കൊടുക്കാം. 1,85,000 രൂപ ഈ വണ്ടി കൊടുക്കാം. ഓക്കെ, 185 കൊടുക്കും. 185 ഡീസൽ വെന്റോ സിംഗിൾ. അതും ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സിംഗിൾ ഓണർഷിപ്പ് ഒരു വണ്ടി. ഫിക്സഡ് റേറ്റ് ആണ് നമ്മൾ ഓഫറിലിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിലെന്ത് കുറയാനില്ല. ലോൺ എത്ര കിട്ടും? ഇത് ലോണ് ഒരു വർഷത്തിനെ കിട്ടുള്ളൂ. 1 കൊല്ലത്തിനെ കിട്ടുള്ളൂ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അതെ അതെ. ഇതെവിടെ മൈലേജിൽ കിങ് 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഓഫർ പ്രൈസിന് കൊടുക്കല്ലോ ബ്രോ? ഓഫർ പ്രൈസ് കൊടുക്കാം. മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2014 ഡീസൽ. 14 ഡീസൽ ഒറിജിനൽ കേരള SP വേരിയന്റ്. SP ആണ് ഓപ്ഷൻ. ഇത് നമ്മൾ ഈ ഓണത്തിന് മുമ്പ് പൊട്ടിച്ചു കൊടുക്കണം. ഓണം ഓഫറിൽ കൊടുക്കല്ലേ? അതെ അതെ. ഓക്കെ, ചലഞ്ചിങ് പ്രൈസ് കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് കറക്റ്റ് 1.5 സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ, തട്ടുമുട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, വണ്ടി മിയത്തിൽ 100%. ഈ മെക്കാനിക്കൽ പക്കല്ല? 100%. എത്ര കൊടുക്കാം ബ്രോ? ഇത് ഓഫർ പ്രൈസ് ആണ്. വില 440. 440. അതും 2000 ഫുൾ ലോണും കൊടുക്കാം. 2014 ഡീസൽ വണ്ടി. അതെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? നല്ല കിടക്കാച്ച് കിതുമത്തിന്റെ ഒരു ജീപ്പ് 4x4 ആണ് നിങ്ങളെ കാണിക്കുന്നത്.
അതും ഇത് ഏതാണ് എഞ്ചിന്? ഇത് DI ടർബോ മേജർ തന്നെയാണ്. 2005 വണ്ടി. മേജർ ആണ് വണ്ടി. 2005 വണ്ടി. DI ടർബോ. ഇത് പഞ്ചാബി ബോഡിയാണ്. പിന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഓയിൽ ക്ലച്ച് ഉണ്ട്, പവർ ബ്രേക്ക് ഉണ്ട്. 4x4 ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഗിയർ ഉണ്ട്. ഇതില്ലാത്തൊന്നുമില്ല. എല്ലാ കമ്പനിന്ന് തന്നെ വന്നതല്ല ഈ 4x4 കമ്പനി ആഡ് ചെയ്തതല്ലോ? അല്ലല്ല, വണ്ടി എന്തുപാട് മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. DI ടർബോ എല്ലാവർക്കും അറിയാലോ, കംപ്ലൈന്റ് കുറവാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറി. അതെ അതെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒറ്റ വില 5.30 കൊടുക്കാം. 4x4 ആണ്, മേജർ ആണ്. ഇതിപ്പോ ഒരുപാട് പേര് ബാഡ് കമന്റോട്ട് വരും, എനിക്കറിയാം. അതുകൊണ്ട് പറയുന്നത് ജീപ്പിനെ പറ്റി അറിയുന്നവർക്ക് അതറിയാം. 4x4 മേജർ അങ്ങനെ കിട്ടണമെങ്കിൽ നല്ല വിലയാണ്. നല്ല വിലയാണ്. നോർമൽ ഒരു മേജർ 4x4-ന് 7ന്റെ മുകളിലാണ് വില വരുന്നത്. ഇത് നിങ്ങൾ 5.30 കൊടുക്കും. 5.30 കൊടുക്കും. ഒരു 7 സീറ്റ് വണ്ടി, എർട്ടിഗ CNG ആണ്. പെട്രോൾ വിത്ത് CNG ആണ്. 22-23 കിലോമീറ്റർ CNGക്ക് മൈലേജ് കിട്ടുമല്ലോ. 13 സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഓപ്ഷൻ BXI. അതെ, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി. അതും 360 ക്യാമറ വരെ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഒക്കെ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കാണാൻ വൃത്തിയുണ്ടല്ലോ. വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി. ഓട്ടോ അല്ലാണ്ടോ? ഇല്ല, കറക്റ്റ് 1.5 കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എത്രക്ക് ചെയ്യാം ബ്രോ? ഇത് ഒറ്റ വില 410. നമുക്ക് ലോണും ചെയ്യാം. CNG കമ്പനിന്ന് ആഡ് ചെയ്തല്ലേ? അതൊരു 60-65 രൂപയുടെ കിറ്റാണ് അതിലില്ല. അതിലുണ്ടല്ലേ? വണ്ടി വേറെ തട്ടുമുട്ടി പ്രശ്നമൊന്നുമില്ല. ഈ വണ്ടി കണ്ണ് ചിമ്മിട്ട് എടുക്കാന്നാ മൂപ്പര് പറയുന്നത്. ആരെങ്കിലും എർട്ടിഗ വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അതും പിന്നെ ഈ ടാക്സിക്കെല്ലാം പറ്റുമല്ലോ? അതൊക്കെ പറ്റും. അല്ല, മൈലേജ് കൂടുതൽ. അതെ അതെ അതെ, 22-23 കിലോമീറ്റർ മൈലേജ്. ആവശ്യക്കാരാണെങ്കിൽ ഫുൾ ലോണ് എത്ര ഫുൾ കൊടുക്കല? ഫുൾ അല്ല, നമുക്കൊരു 3.5 ആ ലെവലിലേക്ക് കൊടുക്കാം. ആ ലെവലില് ലോണും കിട്ടും. ഇതിവിടെ വീണ്ടും ഒരു ജീപ്പാണ്. ഇത് 2 വീൽ അല്ലേ ബ്രോ? ഇത് 2 വീൽ. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2006 മേജർ. 2006 മേജർ. മേജർ ആണ് കേട്ടോ. 2006 മേജർ. അതും DI ടർബോ തന്നെയാണ് വരിക. പേപ്പറൊക്കെ എത്ര? പേപ്പർ 28 വരെ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട് അല്ലേ? എന്തുപാട്? ഇത് നല്ല വണ്ടിയാണ്. ബോഡി ആണെങ്കിലും എഞ്ചിൻ വൈസ് ആണെങ്കിലും നല്ല വണ്ടിയാണ്. ഉഷാറാണ്. ഉഷാർ വണ്ടി. വണ്ടിയിൽ ഇനിയിപ്പോ എന്ത് വർക്കൊന്നും എടുക്കാനില്ല? ഒന്നുമില്ല, നിലവിൽ ഒരു വർക്കും ഇല്ല. നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 4.85 കൊടുക്കാം. എത്രയായിരുന്നു? 4.85 കൊടുക്കാം. 4.85 കൊടുക്കാം. ലോണൊക്കെ ലോണ് ജീപ്പിന് 4 ടയറും പുത്തനാണ്. 4 കടുപ്പുത്തനാണ്. അതെ. വേറെ സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല, കാണാൻ വൃത്തിയുണ്ട്. ഇവിടെ മഹീന്ദ്രന്റെ താറ്, അതും CRD ആണ് കേട്ടാ ബ്രോ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2011 ആണ്. 11 വണ്ടി. പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ 3 മാസമേ ഉള്ളൂ. 3 മാസേ ഉള്ളൂ അല്ലെ? നിങ്ങൾ ചെയ്ത് കൊടുക്കോ? എല്ലാം എടുക്കണോ? എങ്ങനെ വേണം ചെയ്യാം. എങ്ങനെ വേണം ചെയ്യാം. അതെ. എന്തുപാട് വണ്ടി? ഇത് നല്ല വണ്ടിയാണ്. CRD ആണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്, അലോയ് വീൽ ഉണ്ട്, എല്ലാം ഉണ്ട്. നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. വണ്ടി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? മെക്കാനിക്കൽ പരമായിട്ട് നീറ്റാണ്. ഇല്ല, 1.10 ഉള്ളൂ. 1.10 ഓടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് വിലക്ക് ചെയ്യാൻ പറ്റും? ഇത് പേപ്പർ എടുത്തിട്ട് നമുക്ക് 5.25 ചെയ്യാം. ഇത് 4x4 ആണ്. 4x4 ആണ്. പേപ്പർ എടുത്തിട്ട് നമുക്ക് 5.25 ചെയ്യാം. പേപ്പർ ഇല്ലാതെ നമുക്ക് അതിന്റേതായ വില കുറച്ച് കൊടുക്കാം. 4.80 ചെയ്യാൻ പറ്റും. ഫൈനൽ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 5.25. ഇതിന് ലോൺ കിട്ടോ? ലോണ് ശ്രീരാമൻ ലോൺ. ഇതിന് ലോൺ ചെയ്യാൻ പറ്റുമല്ലോ? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോ. പോലത്തെ കിതുമത്തിന്റെ ഒരു പെട്ടിപ്പീസ് E-Class ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബ്രോ, ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽ. 2010 ലാസ്റ്റ് 11 റേഷ്, പുതിയ പേപ്പർ, നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. E-Class. ഡീസൽ ഓട്ടോമാറ്റിക്. സൺറൂഫ് അടക്കം വരുന്നുണ്ട്. സൺറൂഫ് അടക്കം വരുന്ന നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി ഇൻഷുറൻസ് ആണ്. പുതിയ പേപ്പറും ആണ്. മെക്കാനിക് എന്തുപാട്? 100% ഫിറ്റ് ആണ്. 100%. അതെ. കണ്ണ് ചിമ്മിട്ടെടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. അതെ, എല്ലാ ആളുകളും ചൂസ് ചെയ്യുന്ന നല്ല, അതായത് ഈ ബെൻസിന്റെ വണ്ടിയിൽ ഈ കളർ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഭംഗിയായി. പ്രത്യേകിച്ച് ഈ കളറിനോട് എന്തൊരു രസം കാണാൻ.
അതെ അതെ. അപ്പോ വണ്ടിയിൽ വേറെ തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല, ഡോക്യുമെന്റ് പക്ക, സീറോ ക്ലൈം അല്ല? സീറോ ക്ലൈം. ഓക്കെ, എടുക്കുന്ന ആൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ഇതൊക്കെ ഹിസ്റ്ററി ഉണ്ടാവല്ലോ ബ്രോ? ഓ ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററി ഒക്കെ കാണിക്കാൻ പറ്റുമല്ലോ. നമുക്ക് എന്ത് വിലക്ക് ചെയ്യാൻ പറ്റും? ഒറ്റ വിലയുള്ളൂ, ഫിക്സഡ് റേറ്റ് ആണ്. ഇത് നമുക്ക് ഒരു 6.25 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും, പൊട്ടിച്ചു കൊടുക്കാണ്. 6.25 ഒരു ക്ലാസ് ഒരു മാരുതിന്റെ ഈക്കോ അല്ല? റൂട്ടില് സെയിൽസിനൊക്കെ പറ്റിയ ഒരുപാട് എൻക്വയറി ഉള്ള സാധനം. അതെ, സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു വണ്ടി. ബ്രോ ഇത് മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2013 ലാസ്റ്റ് ഡിസംബറിലാണ്. ഈ 5 സീറ്റ് എ സി അല്ല, 7 സീറ്റ് എ സി ആണ്. 7 സീറ്റ് എ സി വണ്ടി. ഓക്കെ, ഇത് സ്കൂളിന്റെ വണ്ടി തന്നെയാണ്. സ്കൂളിലേക്ക് ഇങ്ങനത്തെ വണ്ടിയെ പറ്റുള്ളൂ. 7 സീറ്റ് ലോഡൊന്നും കയറില്ല, സ്കൂൾ കുട്ടികൾ മാത്രം കയറിയ വണ്ടിയാണ്. ഓക്കെ, 13 ലാസ്റ്റ് വണ്ടി, ഡിസംബർ വണ്ടി. വണ്ടി എന്ത് പാട്? മെക്കാനിക്കലോ? നീറ്റ് ഉണ്ട്. ഓട്ടൊക്കെ വല്ലാണ്ട് ഉണ്ടോ? ഇല്ല, കറക്റ്റ് 1 lakh സംതിങ് കറക്റ്റ് സർവീസ് ഒക്കെ ഉണ്ട്, പക്ക സർവീസ്. നല്ല വണ്ടി അല്ലേ? നല്ല വണ്ടി. ഓക്കെ, ഇത് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? ഒറ്റ വില നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 2.5 രൂപ കൊടുക്കും. 2 രൂപ കൊടുക്കാം? അതെ, അത് ഫുൾ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാം. 2 രൂപയാണ് ഫുൾ ലോണും ചെയ്യാൻ പറ്റും. അതും 7 സീറ്റ് എ സി വണ്ടിയാണ് കേട്ടോ. ഇതെവിടെ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ബെൻസാണ് സി ക്ലാസ്. അതും ഒറിജിനൽ കേരള വണ്ടി, കണ്ണ് ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അതെ ബ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡൽ? വണ്ടി 2006 ആണ്, പക്ഷെ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. മോഡൽ കുറഞ്ഞതാണെങ്കിലും പുത്തൻ വണ്ടി പോലെയാണ്. ക്വാളിറ്റി 31 വരെ പേപ്പർ ഉണ്ട്, ടച്ചപ്പ് പോലും കയറിയിട്ടില്ല. ഇന്ത്യയിലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എഞ്ചിൻ ബേസ് ആണെങ്കിലും മിയത്തിൽ മിയ. വണ്ടി യാതൊരു കംപ്ലൈന്റും ഇല്ല, സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. ഒരു മൈനസ് ഇതുമേ പറയാനില്ല, കണ്ണി ചിമ്മിട്ട് ഇറക്കാം. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.10 ജെനുവിന്. അതെ, ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. വേറെ തട്ടുമുട്ട് അങ്ങനത്തെ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, കേസ് ഒന്നുമില്ല. ഇന്ത്യയിലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പക്ക. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? ഒറ്റ വില 4.25 അല്ല? അതും ഒറിജിനൽ കേരള 2006. ഓക്കെ, മെക്കാനിക് ഫുൾ ഫിറ്റ് എന്നാ മൂപ്പര് പറയുന്നത്. ചെറിയ ബഡ്ജറ്റിൽ 2 വണ്ടികൾ കാണിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഡാഡ്സിന്റെ റെഡിഗോ കാണിച്ചു കൊടുക്കാം അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. അതെ, എത്ര മോഡലായിരുന്നു ബ്രോ? ഇത് 2018 വണ്ടി. ഓക്കെ, ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടിയ 60,000 മാത്രം ഓടിയ വണ്ടി. ഓക്കെ, തട്ടുമുട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഇല്ല, സിംഗിൾ ഓണർ ആണ്. ഒരേ ഒരു ഓണർ അല്ല? ഓക്കെ, നല്ല അടിപൊളി മെക്കാനിക്കൽ, 100%. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക് ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് തെപ്പുള്ളവർക്കുള്ള ബെസ്റ്റ് വണ്ടിയാണ്. ബെസ്റ്റ് ഓഫർ, നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം. അതെ, എത്ര കൊടുക്കാം? വെറും 2,30,000 രൂപ കൊടുക്കാം. 2,30,000 ഓട്ടോമാറ്റിക്. ഒറ്റ വിലയാണ്, ഒറ്റ വില. എവിടുന്ന് കിട്ടാത്ത വിലയാണ് മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്നോളി. ഇതാ ഇവിടെ നമുക്കൊരു ZS-ലോ ഇതെങ്ങനെയായിരുന്നു? ഇത് നമ്മൾ ഓഫറിലിട്ട് കൊടുക്കാണ്. 2011 വണ്ടിയാണ്, 11 പേപ്പറാണ്, 5 കൊല്ലത്തെ പുതിയ പേപ്പർ. ഓക്കെ, പിന്നെ ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടം ഇത് ഒരു 1 lakh സംതിങ് ആണ്. 1 lakh. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? ഓപ്ഷൻ VXI. ഇത് വെറും 1.5 രൂപ കൊടുക്കാം. 1.5 രൂപ കൊടുക്കാം. അതും ഫുള്ളാണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ 5 കൊല്ലത്തെ പുതിയ പേപ്പർ അല്ല? അതെ, പുതിയ പേപ്പർ എടുത്തില്ലെങ്കിൽ ഇപ്പോ 1.30 ആവുന്നുള്ളൂ. അല്ല, 1.25 ആവുള്ളൂ. ഇപ്പോ പുതിയ പേപ്പർ എടുത്തിട്ടാണ് 1.50 വില. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കി. K സീരീസ് എഞ്ചിൻ വരിക, മറ്റേ പഴയതല്ല, പഴയത് തന്നെ. K സീരീസ് മൈലേജ് കൂടും, നല്ല മൈലേജ് കൂടും. ഇതെവിടെ ഒരു ചെറിയ ബഡ്ജറ്റില് A-Star, അതും നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. വണ്ടി മിയത്തുൽ മിയ, 100%. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? ഇത് 2009 VXI, അന്നത്തെ ഫുൾ ലോഡ്. അതെ, എയർ ബാഗ്, ABS എല്ലാം വരും. ഓക്കെ, ഇത് ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? ഇല്ല, ഒരു 1 lakhന്റെ അടുത്തുള്ള ഓടി. മെക്കാനിക് ഫിറ്റ് ആണ്, എല്ലാം ഫിറ്റ് ആണ് വണ്ടി. ഓക്കെ, എത്ര വരെ പേപ്പർ ഉള്ളേ? ഇതിന് പുതിയ പേപ്പർ അല്ലേ, 29 വരെ ഉണ്ടാവും. 2009 അല്ലേ വണ്ടി? അപ്പൊ 29 വരെ പേപ്പർ. വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒരു ഭാഗം റീപ്ലേസ് ഇല്ല. എത്ര കൊടുക്കാം? ഒറ്റ വില 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം ലാസ്റ്റ്.